ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ റംബൂട്ടാന് വളം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും വളം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഫ്രൂട്ട് റംബൂട്ടാൻ ഗാർഡനിലാണ്. ബാബു ജോസഫ് സാറിൻ്റെ ഫാമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് വളം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. നമസ്കാരം. കുറേ നാളുകളായി ശരിക്കും പറഞ്ഞ് കൃഷിലോകത്തിൻ്റെ ചാനലിലൊരു പ്രസൻറ്റേഷനായിട്ട് വന്നിട്ട് ഇന്ന് ഞാൻ പ്രസൻറ്റേഷന് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വളം ഇടുന്നുണ്ട്. അപ്പോൾ അതിന് നോക്കി കഴിഞ്ഞപ്പോൾ അനിയനെ സ്റ്റീഫനെയും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ഒഴിവുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഇതിലിപ്പോൾ നമ്മൾ വളം ഇടുന്നതിന് കാരണം എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ആദ്യത്തിലാണ് വളം ഇടേണ്ടത്. ശരിക്കും രണ്ടാമത്തെ വളം. ആദ്യത്തെ വളം ജൂൺ ജൂലൈ മാസത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ പകുതിയിൽ നവംബർ തുടക്കത്തിൽ കണ്ടു കിട്ടണം. പക്ഷേ ഈ പ്രാവശ്യം ഏകദേശം ഒരു മാസത്തോളം വൈകി. കാരണം പല കാരണങ്ങളാണ്. മഴ ഉണ്ടായിരുന്നു, ഒരു മാസം മുമ്പ് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ മാറിയിട്ട് വേണം നമ്മൾ വളരണേ. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് വളമിടേണ്ട ആ ഒരു മാസം വൈകി. അപ്പോൾ ആ മാസം വൈകി കഴിഞ്ഞപ്പോൾ നമ്മൾ എടുക്കേണ്ട ചില പ്രിക്കോഷൻ ഉണ്ട്, വളത്തിലെടുക്കേണ്ട പ്രിക്കോഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വളം പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യണം. കാരണം സമയം കുറവ്. ഡിസംബർ ജനുവരിയിൽ പൂത്ത് കൊടുക്കും. എന്തായാലും ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരിയിൽ പൂത്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താ അബ്സോർബ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ ആ വളത്തിൽ ഘടനയിൽ മാറ്റം പറഞ്ഞു. അപ്പോൾ കപ്പലിൽ പിണ്ണാക്കാണെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കേണ്ടി വരും, വേപ്പം പിണ്ണാക്ക് പൊടിച്ചെടുക്കേണ്ടി വരും. ചാണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഇത് പച്ചച്ചാണം തന്നെ ഇടേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് സ്കിപ്പാവാതെ നമ്മുടെ പ്രേക്ഷകർ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇൻഫർമേഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നവംബറിൽ വളം കൊടുക്കാനുള്ള പരിപാടിയാണ്. നവംബറിൽ വളം കൊടുക്കണം. നവംബർ ആദ്യത്തിലാണ് ചെയ്യേണ്ടത്, അവസാനമായി. ഇതിപ്പോൾ എൻ്റെ കട എങ്ങനെ വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ, ആ കട വൃത്തിയാക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. കാരണം കടയിൽ നിന്ന് ഒരു പരിധി വിട്ട് നമ്മൾ മണ്ണെടുക്കാൻ പാടില്ല. ഇതേപോലെ മണ്ണെടുത്താണ്ടെങ്കിൽ അത് വേരുണ്ടോ, ചെറിയ വേരുകൾ. ഇങ്ങനെ വേരുകൾ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. കാണുമ്പോൾ മനസ്സിലാവും. ഈ വേരുകൾ പൊട്ടരുത്. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മരത്തിന് ദോഷം വരും. കട ഇങ്ങനെ കൂന കൂട്ടി കിടക്കാതിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വരണ്ടി മാറ്റിയാൽ മാത്രം മതി. ഇതൊന്ന് വരണ്ടി മാറ്റി കഴിഞ്ഞിപ്പോൾ വരണ്ടി മാറ്റിയിട്ടേക്കുന്നതാണ്. നമ്മൾ തൂമ്പയും കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ മാറ്റിയതാണ്ടോ. വേര് ജസ്റ്റ് പുറത്ത് കാണുന്ന രീതിയിൽ. എന്നാൽ വേര് പൊട്ടിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വേര് പൊട്ടിക്കരുത്. വേര് ഇങ്ങനെ ജസ്റ്റ് പുറത്ത് കാണുന്ന രീതിയിൽ മാത്രം നമ്മളൊന്ന് വരണ്ടി മാറ്റിയേക്കാം. കാരണം നമ്മൾ വളം ഇട്ടിട്ടുണ്ടെങ്കിൽ വളം തന്നെ ഒന്ന് വലിച്ചെടുത്തോളൂ. അതപ്പോൾ കാണിക്കാം, നമുക്ക് വീഡിയോയിലൊക്കെ കാണിക്കാം. ഇത് ഈ കാണുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് ഏകദേശം 45 റുപ്പീസോളം വില വരും. സാധാരണ രീതിയിൽ 35 രൂപ വിലയുള്ളൂ. 35 രൂപ 36 വില ഉള്ളൂ. 45 രൂപ വിലയുള്ള നല്ല ഹൈ ക്വാളിറ്റി സാധനമാണത്. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനുള്ള മണവും അത് കാണുമ്പോൾ മനസ്സിലാവും. നല്ല മണമാണ്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മണവില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസം വൈകൊണ്ട് ഇത്തിരി പൊടിച്ചെടുക്കുന്ന രീതിയിലുള്ളതാണ്. ഫുൾ കട്ടയല്ല കണ്ടോ. പെട്ടെന്ന് മരം പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു കിലോ എങ്കിലും ഇടണം. 1 കിലോ നമ്മൾ ഇടണം. ഇതേപോലെ ഇതിൻ്റെ കടയിലേക്ക് മാത്രം ഇട്ടാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നനയ്ക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സാധനം താഴേക്ക് ഇറങ്ങി പൊക്കോളും. താഴെ ഈ ഭാഗത്ത് വേരുകളുണ്ട്, ആ വേരുകളിലേക്കൊക്കെ പൊക്കോളും. ഒരു കിലോ വേപ്പൻ പിണ്ണാക്കാണ് സാധാരണ രീതിയിൽ 1.5 കിലോ ഇട്ടാൽ അത്രയും നല്ലത്. കാരണം ഇതിന് 1.5 കിലോ ഇടേണ്ടതാണ്. പക്ഷേ ഇത് ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് നമ്മൾ കുറച്ചേക്കാണ്. മാത്രമല്ല പെട്ടെന്ന് ഇനി കൂടുതൽ വളം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് വലിച്ചെടുക്കാനുള്ളൊരു സമയമില്ല. കാരണം ഡിസംബർ ജനുവരിയിൽ പൂക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ വളം ഇച്ചിരി കുറച്ചേക്കാണ്. അപ്പോൾ ഇത് 1 കിലോ 1.5 കിലോ ഇട്ടെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. 1 കിലോ ആയാലും മതി. അപ്പോൾ നമ്മൾ വേപ്പൻ പിണ്ണാക്ക് ഇട്ടു. ഇനി നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് സാധാരണ രീതിയിൽ 42 റുപ്പീസ് തുടങ്ങിയിട്ട് 55 റുപ്പീസ് വരെ അവൈലബിൾ ആണ് കപ്പലണ്ടി പിണ്ണാക്ക്. ഇത് നമ്മൾ 55 രൂപ കിലോ വില വരുന്ന കപ്പലണ്ടി പിണ്ണാക്കാണ്. ഹൈ ക്വാളിറ്റിയാണ്. നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ്. 1 കിലോ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ ഇതിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ വിതറി കൊടുക്കാം. ഇതിവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇത് നനച്ച് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഈ ഭാഗത്തേക്ക് ഇറങ്ങി വരും. അത് ഇറങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. സത്യത്തിൽ ഇവിടെയുള്ള വേരിന് മാത്രമല്ല, ഈ ഭാഗത്തുള്ള വേരിനും കൂടി ഈ വളം കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. കാരണം ഈ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് നനച്ചു പോകുന്ന സമയത്ത് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നതിന് ഉപകാരപ്പെടില്ല. നേരെ മറിച്ച് ഇവിടെ ഇടാണെങ്കിൽ കടയോട് ചേർത്ത് ഇടാണെന്നുണ്ടെങ്കിൽ കട ഭാഗത്തുള്ള വേരുകൾക്കും കിട്ടും, താഴേക്ക് ഇറങ്ങിയുള്ള വേരുകൾക്കും കിട്ടും. ഈ ചാണകം സാധാരണ 2.5 കൊട്ടയാണ് ചാണകം. ഈ വണ്ടി ഒരു നിറച്ചിട്ടുണ്ടെങ്കിൽ 2.5 കൊട്ട, ഏകദേശം ഇത് 2.5 കൊട്ടയോളം ചാണകം ഉണ്ടാവും. ഈ ചാണകം നമ്മൾ ഇടുന്ന രീതിയും കാണിച്ചു തരാം. നമ്മളിവിടെ കടയ്ക്ക് ഇത് ഇട്ടു കണ്ടോ. ഈ പണി എളുപ്പമാവാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രം കൂടി കാണിക്കുന്നത്. ഇട്ടു. ഇതെല്ലാം ഞാൻ ചേച്ചീനെ
ഗിരി ചേച്ചിനെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വേണ്ട അത് ചെയ്യാനായിട്ട്, ഇതിനെല്ലാം ഭംഗിയായിട്ട് ഗിരി ചേച്ചി എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗിരി ചേച്ചിനെ നിർത്തി ഇത് ചെയ്യിക്കേണ്ടതാണ്. ഞാൻ എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോ നമ്മളുടെ എത്ര വർഷം പഴക്കമുള്ള മരം? ഇത് 8 വർഷം. 8 വർഷം ഇപ്പോൾ 9 വർഷത്തോളായി. 9 വർഷം. ഇത് ഇതേപോലെ ഇത് ചാണം ഇവിടെ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ മണ്ണിടും. മണ്ണിട്ട് കഴിഞ്ഞ് കുറച്ച് നനച്ചു കൊടുക്കുന്ന സമയത്ത് ഇനി നന തുടങ്ങും. ശരിക്കും നന തുടങ്ങുന്ന സമയത്ത് ഈ ചാണവും വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടി എല്ലാം ഈ ഭാഗങ്ങളിലേക്ക് കൂടി ഇറങ്ങും. ചാണവും ഈ നമ്മളിടുന്ന ഈ വളം എന്ന് പറയുന്നത് ചാണവും വേപ്പൻ പിണ്ണാക്കും പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്കുമാണ്. ഇത് ചിലപ്പോൾ എല്ലുപൊടി ഇടും. ഈ 4 ഇട്ടാലും ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലുപൊടി കൂടി ഇടാറുണ്ട്. സാധാരണ ഈ പ്രാവശ്യം എല്ലുപൊടി ഇടാത്തതിൻ്റെ കാരണം എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഈ എല്ലുപൊടി പ്യൂരിഫൈ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ കുറേ കെമിക്കൽ ചേർക്കണമെന്ന് പറഞ്ഞു. അത് മരങ്ങളെ അഫക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്യൂറായിട്ടുള്ള എല്ലുപൊടി 100% ഉറപ്പ് കിട്ടിയാലും മാത്രമേ എല്ലുപൊടി ഇടാൻ തീരുമാനിച്ചിട്ടുള്ളൂ ഞാൻ. അല്ലെങ്കിൽ എല്ലുപൊടി ഇടാൻ നമുക്ക് ജൂൺ ജൂലൈ മാസത്തിൽ ഇടാം. ഈ വേനൽക്കാലത്ത് എല്ലുപൊടി ഇടുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കല് ഇപ്പോൾ വേനൽക്കാലം വരാൻ പോണ് കെമിക്കൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജൂൺ ജൂലൈ മാസത്തിൽ മാത്രമേ എല്ലുപൊടി ഇടാൻ ഉദ്ദേശിക്കുള്ളൂ. കാരണം നല്ല എല്ലുപൊടി കിട്ടാൻ സാധ്യത വളരെ കുറവ്. കാരണം പല സ്ഥലത്തും ഈ കെമിക്കലിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്നതല്ല, ഈ കൃഷി മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും പറയുന്ന കാര്യം. എൻ്റെ മാത്രം ഇൻഫർമേഷൻ അല്ല, എനിക്ക് പലരും പറഞ്ഞു തന്നിട്ടുണ്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ഇൻഫർമേഷൻസ് എന്ത് സംശയം ഉണ്ടെങ്കിലും പ്രേക്ഷകർക്ക് ചോദിക്കാം. അത് കൃത്യമായിട്ട് അവർ എൻ്റെ നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റിയുള്ള എൻ്റെ എക്സ്പീരിയൻസും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും ഷെയർ ചെയ്യാം. ഇത് നമ്മൾ ഇടുന്നത് ഒരു വണ്ടി മണ്ണിടുന്നത് 2 കൊട്ടം മണ്ണിടുന്നത് ഇതിൽ മണ്ണിൻ്റെ കുറവുള്ളത് കൊണ്ടല്ല. നമ്മൾ ഇട്ടിരിക്കുന്ന വളത്തിൽ ഇതിന് മെഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് മെഗ്നീഷ്യം അഡീഷണലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മണ്ണിൽ മെഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ മേൽമണ്ണ് കുറച്ചിട്ടുണ്ടെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ കുറവ് ഉള്ളത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഇല കൊഴിച്ചിലും ഇതിന് ഒരു ജാതി പുള്ളിക്കുത്ത് വരുന്ന ഇലയ്ക്ക് ഒരു കരിവാളിച്ചൊക്കെ വരുന്നൊരു അസുഖമുണ്ട്, അതൊക്കെ മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മേൽമണ്ണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മേൽമണ്ണ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടുതലായിട്ട് ഇടില്ല. ഇതിൻ്റെ മേൽമണ്ണ് ഇട്ട് കഴിഞ്ഞാലാണ് ഇതിലൊരു മിക്സറായിട്ട് ഫോം ചെയ്യുള്ളൂ. ഈ വളത്തിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനുള്ള മിക്സറായിട്ട് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഈ മേൽമണ്ണ് ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ കടക്കിലേക്ക് അടിച്ചിട്ട് ഈ വേരും ഈ വളം കൂടി മിക്സ് ആവുന്ന സമയത്ത് ചെറിയൊരു ചൂട് പ്രോബ്ലം വരും. ഈ മേൽമണ്ണ് ഇട്ട് കുറച്ച് നനച്ചിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്തു. അതിനായിട്ട് അത് ഇടുന്ന് കാണിക്കണം. ഇതിട്ടു ഇതേപോലെ തന്നെ കടക്കിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു മാറ്റാം. അതുപോലെ ഈ വളം ഇട്ടിരിക്കുന്നതിൻ്റെ പുറത്തേക്ക് വരാവുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്തേക്കാം. അപ്പം നമ്മൾ റംബൂട്ടാൻ പ്ലാന്റിനെ വളം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഓരോ പ്രദേശത്തും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. തളിച്ച് നനച്ചു കൊടുക്കാം. ഇത് അപ്പം ഒന്ന് മെൽറ്റായി കിട്ടും. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് മഴയില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മൾ തളിച്ച് നനച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിങ്ങോട്ട് താഴേക്ക് ഇറങ്ങും. ഈ ഇട്ടിരിക്കുന്ന വളങ്ങളൊക്കെ ഒന്ന് മൊത്തം നനയും. അപ്പോൾ മണ്ണിലേക്ക് ഇഴകി ചേർന്നോളും. ഈ വേരുകൾ കിടക്കുന്നത് ഇവിടെയും കൂടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കൂടി നമുക്ക് വേരുകൾ കൂടി സപ്ലൈ വേണം. മഴയുള്ള സമയത്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇത്ര നമ്മൾ നനയ്ക്കുള്ളൂ. ഈ നമ്മൾ നനയ്ക്കുന്നത് നാളെ നനയ്ക്കുള്ളൂ. അങ്ങനെ ഫുള്ളായിട്ട് നനച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി കേട്ടോ. ഇങ്ങനെ എത്ര ദിവസം നനച്ചു കൊടുക്കും? 2 ദിവസം മാത്രം. നനയ്ക്കണതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വന്ന് ഉറുമ്പുകൾ വന്ന് ഈ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ പൊടി തിന്നും. ഇപ്പം നനച്ചിട്ടുണ്ടെങ്കിൽ പൊടി തിന്നാൻ കിട്ടില്ല. ഇവിടെ റംബൂട്ടാൻ്റെയും മാങ്കോസിൻ്റെയും പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇവരുടെ തന്നെ മദർ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി നടാവുന്നതാണ്. അപ്പോൾ പ്ലാന്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ കൃഷിലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.